തൃശൂർ ചെറുതുരുത്തി പൈങ്കുളത്ത് ഒഴുക്കിൽപ്പെട്ട് 4 പേർ മരിച്ചു. ചെറുതുരുത്തി സ്വദേശികളായ ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാത്ത്, ഭർത്താവ് കബീർ, മകൾ സറ എന്നിവരാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാൻ ഇടപെട്ട UR പ്രദീപ് MLA കളക്ടറുമായി കൂടിയാലോചിച്ച് ഇന്ന് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശരത്തുണ്ട്. ശരത്ത്, മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം വിഫലമായി അല്ലേ? തീർച്ചയായിട്ടും വിജി, വൈകിട്ട് 5 മണിയോടെയാണ് ഈ 4 പേരും ഈ പൈങ്കുളത്തുള്ള ശ്മശാനക്കടവിൽ ഒഴുക്കിൽപ്പെട്ടത്. അവരെ രക്ഷിക്കാനുള്ള മണിക്കൂറുകൾ നീണ്ട പരിശ്രമമാണ് വിഫലമായിരിക്കുന്നത്. 4 പേരുടെയും മൃതദേഹം, 4ാമത്തെ മൃതദേഹം ചെറിയ മകളായിട്ടുള്ള 10 വയസ്സുള്ള സറയുടെ, ഷാഹിനയുടെയും കബീറിൻ്റെയും മകളായിട്ടുള്ള സറയുടെ മൃതദേഹമാണ് 4ാമത് കണ്ടെത്തിയത്. അവരുടെ മൃതദേഹമാണ് 8:45 കൂടിയാണ് കണ്ടെത്തിയത്. അതായത് 3.25 മണിക്കൂർ നീണ്ട പരിശ്രമമായിരുന്നു. ആദ്യം കണ്ടെത്തിയത് ഷാഹിനയായിരുന്നു. ഷാഹിനയെ കണ്ടെത്തുന്ന സമയത്ത് ഷാഹിനയിൽ ജീവനുണ്ടായിരുന്നു. അവരെ ഉടനെ തന്നെ ചേലക്കരയുള്ള ജീവജ്യോതി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അതിനുശേഷം കണ്ടെത്തിയത് ഷാഹിനയുടെ സഹോദരൻ്റെ മകനായിട്ടുള്ള ഫുവാദിനെയാണ്. അത് മരിച്ച രീതിയിൽ തന്നെയാണ് കണ്ടെത്തിയത്. പിന്നീട് ഭർത്താവ് കബീറിനെ കണ്ടെത്തി. അവസാനമാണ് സറയെ കണ്ടെത്തിയത്. ഈ 4 പേരുടെയും മൃതദേഹം ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിലാണ്. ഇന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണം എന്ന നിർദ്ദേശം UR പ്രദീപ് MLA കളക്ടറുമായി ആലോചിച്ച് നൽകിയിട്ടുണ്ട്. നാളെ രാവിലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലോട്ടായിരിക്കും വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക. ഇതാണ് നമുക്ക് പുതിയ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഈ 4 പേരും വൈകിട്ട് 5 മണിയോട് കൂടിയിട്ട് ഈ ശ്മശാനക്കടവിലെത്തുകയും 2 കുട്ടികൾ ഒഴുക്കിൽപ്പെടുകയും ഉടനെ ഇവരെ രക്ഷിക്കാൻ വേണ്ടി മറ്റ് 2 മുതിർന്ന ആളുകളും ഇറങ്ങുന്നൊരു സാഹചര്യമുണ്ടായി. ഇതാണ് വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചതെന്ന് പറയുന്നത്. ഈ 4 പേർക്കും നീന്താൻ അറിയാത്തൊരു സാഹചര്യമുണ്ട് എന്നാണ് ഫയർഫോഴ്സ് അധികൃതരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രദേശത്ത് ഒഴുക്കല്ല, വലിയ രീതിയിലുള്ള ആഴമുള്ളൊരു മേഖലയാണിത്. സ്വാഭാവികമായിട്ടും ചുഴിയിൽപ്പെട്ടതായിരിക്കാം എന്നാണ് നിഗമനത്തിലാണ് ഫയർഫോഴ്സ് ഉള്ളത്. സംഭവം അറിഞ്ഞ ആദ്യം നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും പ്രത്യേക പരിശീലനം നേടിയ ആളുകളെല്ലാം നേതൃത്വത്തിൽ 3.25 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനമാണ് നീണ്ടുനിന്നത്. അതിനുശേഷമാണ് 4 പേരുടെയും കണ്ടെത്തിയത്. ഈ ഷാഹിനയെ കണ്ടെത്തുമ്പോൾ ജീവൻ്റെ തുടിപ്പുകളുണ്ടായിരുന്നു. ഷാഹിന ഗർഭിണിയാണ് എന്ന രീതിയിൽ ഒരു വാർത്തയുണ്ട്. നമുക്കതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ അവരെ ആ സാഹചര്യത്തിലാണ് അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമികമായിട്ടുള്ള അവരെ പരിശോധിക്കുന്ന സമയത്ത് തന്നെ അവർ മരണപ്പെടുകയായിരുന്നു. 4 പേരുടെയും മൃതദേഹം ചേലക്കരയിലെ ജീവജ്യോതി ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നാളെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. വിജി, ഇൻക്വസ്റ്റ് നടപടികൾ എവിടെ വരെ എത്തി ശരത്ത്? ഇൻക്വസ്റ്റ് നടപടികൾ ഇന്ന് പൂർത്തിയാക്കാൻ സംബന്ധിച്ച നിർദ്ദേശം കളക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. സംഭവം അറിഞ്ഞുകൊണ്ട് സഭാ സമ്മേളനത്തിന് വേണ്ടി UR പ്രദീപ് MLA തിരുവനന്തപുരത്തേക്ക് തിരിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തേക്കുള്ള യാത്രാ മധ്യയാണ് സംഭവം നടക്കുന്നത്. അത് അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം കളക്ടറുമായി വേണ്ട രീതിയിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. നാളെ രാവിലെ നേരത്തെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ MLAയുടെ ഭാഗത്തു നിന്ന് കളക്ടർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജി, ശരി ശരത്ത്, വ്യക്തമാണ്. തൃശൂർ ചെറുതുരുത്തി പൈങ്കുളത്ത് ഒഴുക്കിൽപ്പെട്ട 4 പേർ മരിച്ചു. ചെറുതുരുത്തി സ്വദേശികളായ ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാത്ത്, ഭർത്താവ് കബീർ, മകൾ സറ എന്നിവരാണ് മരിച്ചത്. വിവരങ്ങളാണ് ശരത്ത് പങ്കുവച്ചത്.